ആസ്വദിച്ചു കൊണ്ടേയിരിക്കുകയാണ്. വാവ്, അടിപൊളി ക്ലൈമറ്റ്. അപ്പൊ കണ്ണാടി പയ്യൻ പറയും, നമ്മൾ ഇങ്ങനെ സ്ട്രെയിറ്റ് പോവാണെങ്കിൽ ഒരു നേവി ബേസിലേക്കായിരിക്കും ഇപ്പൊ എത്തിച്ചേരുക. അതിന് ഹീറോ, വാവ്, നീ ശരിക്കും ഒരു നേവിക്കാരനെ പോലെ ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ കണ്ണാടി പയ്യൻ ടെൻഷനായിട്ട്, ഇത് തമാശയല്ല, നമ്മൾ അന്വേഷിച്ചു പോകുന്നത് വലിയൊരു പൈററ്റ്സ് ഹെഡിനെയാണ്. അവനെ നേവി ബേസില് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവന്റെ പേര് അത് റോറോ എന്നാണ്. അവൻ കൊടും ഭീകരനാണ്. ബൗണ്ടീസിനെ പോലും വെട്ടിയെറിയുന്ന അവനെ എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. എനിക്കും അവനെ പേടിയാണെന്ന് പറയുമ്പോ ഇവിടെ ലൂഫി അവൻ തുള്ളിച്ചാടും. അങ്ങനെ നീണ്ടൊരു യാത്രയ്ക്ക് ശേഷം നമ്മളിപ്പോ നേവി ബേസിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ രണ്ട് ചെക്കന്മാരും ഇപ്പൊ ഹായ് ആയിട്ട് സോറോയെ അന്വേഷിച്ച് അങ്ങനെ മുൻപോട്ട് നടക്കും. അപ്പൊ കണ്ണാടി പയ്യൻ ചോദിക്കും, സത്യം പറ, നീ ശരിക്കും അവനെ നമ്മുടെ ടീമില് ചേർക്കാനായിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? അതിനവൻ പറയും, ഉണ്ട്, പക്ഷെ നല്ലവനാണെങ്കിൽ മാത്രമേ അവനെ ഞാൻ ചേർക്കൂ. അത് കേട്ട് കണ്ണാടി പയ്യൻ ചിരിക്കും. നല്ലവരെ ആരെങ്കിലും നേവി ബേസില് ലോക്ക് ചെയ്യോ? അതിന് ഹീറോ അവൻ പ്രത്യേകിച്ച് ഒന്നും പറയില്ല. ഹീറോ കാഷ്വൽ ആയിട്ട് ഇപ്പൊ ഒരു ഫ്രൂട്ട്സ് കടയിലേക്ക് വന്ന് അവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഇപ്പൊ എടുത്ത് തിന്നാൻ തുടങ്ങും. അവനെ ഷോപ്പ് കീപ്പറിനോട് ചോദിക്കും, സോറോ, അവനിപ്പോ എവിടെയുള്ളതെന്ന് നിങ്ങൾക്കറിയോ? അത് കേട്ട് ഒരു സെക്കൻഡ് ഇപ്പൊ ആ ഒരു ഷോപ്പ് കീപ്പർ പോലും ഒന്ന് ഷോക്കാവും. അപ്പൊ കണ്ണാടി പയ്യൻ പറയും, ഞാൻ പറഞ്ഞില്ലേ, അവൻ കൊടും ഭീകരനാണ്. നമുക്ക് വന്ന വഴി പോകാം, അതാണ് ഏറ്റവും നല്ലത്. അതിന് ഹീറോ പറയും, നോവേ, നമ്മൾ ഉറപ്പായിട്ടും അവനെ കാണും, മീറ്റ് ചെയ്യും. അപ്പൊ കണ്ണാടി പയ്യൻ പറയും, അവിടെ ക്യാപ്റ്റൻ മാർക്ക് എന്ന പേരുള്ള ഭയങ്കര സ്ട്രിക്റ്റ് ഓഫീസർ ഉണ്ട്. നമ്മൾ അവിടെ ചെന്നുടനെ അവര് നമ്മളെ പിടിച്ചു വെക്കും. ആ ക്യാപ്റ്റന്റെ പേര് കേൾക്കുമ്പോ തന്നെ ചുറ്റുമുള്ള എല്ലാവരും ഇപ്പൊ പേടിച്ചോടും. അത് കാണുമ്പോ ലൂഫി അവൻ വീണ്ടും പൊട്ടിച്ചിരിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ നമ്മുടെ രണ്ടാശാമാരും നടന്നു നടന്ന് നേവി ബേസിലെത്തും. നേവി ബേസിലെ ആ ഒരു വമ്പൻ ഗേറ്റ് അത് കാണുമ്പോ തന്നെ ഇപ്പൊ കണ്ണാടി പയ്യന് ഒരുപാട് സന്തോഷവും സങ്കടവും വരും. കണ്ണാടി പയ്യൻ കണ്ണീരൊക്കെ തുടച്ച് ഇപ്പൊ ചുറ്റും നോക്കും. അപ്പൊ ലൂഫിയെ കാണാനുണ്ടാവില്ല. ലൂഫി അവൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ ഗേറ്റ് അതിന്റെ മേലേക്ക് ഇപ്പൊ വലിഞ്ഞു കയറി കഴിഞ്ഞു. അത് കണ്ട് കണ്ണാടി പയ്യൻ അവൻ ടെൻഷനായിട്ട്, നോ, ഗേറ്റിന് മേലേക്ക് ഇങ്ങനെ വലിഞ്ഞു കയറരുത്, ആരെങ്കിലും കണ്ടാ നമ്മൾ അറസ്റ്റ് ചെയ്യും. പക്ഷെ നമ്മുടെ ഹീറോ അവനവിടെ മുഴുവൻ നോക്കി ഇപ്പൊ അവനെ കണ്ടുപിടിക്കും. ലൂഫി പറയും, ആ സോറോ അവനവിടെ കെട്ടിയിട്ടിട്ടുണ്ട്, എനിക്കവനെ കാണാൻ കഴിയുന്നുണ്ട്. അത് കേട്ട് കണ്ണാടി പയ്യൻ അവനും ആ ഒരു ഗേറ്റിന്റെ മുകളിലേക്ക് ഇപ്പൊ വലിഞ്ഞു കയറും. അവൻ പറയും, ഒരിക്കലും സോറോയെ പുറത്ത് കെട്ടിയിടാൻ യാതൊരു ചാൻസും ഇല്ല, ഒരു പക്ഷെ നിനക്ക് ആള് മാറിപ്പോയതായിരിക്കും പറഞ്ഞ് മുകളിലേക്ക് കയറും. അപ്പോഴായിരിക്കും അവൻ കാണാ സാക്ഷാൽ സോറോയെ. അവൻ പേടിച്ചു വിറച്ചു പറയും, നീ പറഞ്ഞത് ശരിയാണ്, അത് സോറോ തന്നെയാണ്. അപ്പൊ ലൂഫി പറയും, ഞാനൊരു കാര്യം ചെയ്യാം, ഓടിപ്പോയി അവന്റെ കയറഴിച്ചുവിടാം. അതിന് കണ്ണാടി പയ്യൻ, അയ്യോ വേണ്ട വേണ്ട, അവന്റെ കയറഴിച്ച അവൻ ആദ്യം തട്ടുക നിന്നെയും എന്നെയും ആയിരിക്കും. അതിന് ഹീറോ, പേടിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് ഭയങ്കര പവറാണ്, അവനെ സിമ്പിൾ ആയിട്ട് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നു പറയും. അങ്ങനെ ഇവര് കാര്യമായിട്ട് ഇപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാൻ തുടങ്ങും. അത് കേട്ട് സോറ അവൻ ദേഷ്യപ്പെട്ട് പറയും, നിർത്തണടാ നിങ്ങള്, ഒരുപാട് നേരായി എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നു, ഇനി ഇറിറ്റേറ്റ് ചെയ്താ ഞാൻ ആരാണെന്ന് നിങ്ങൾ അറിയും. അത് കേട്ട് ഒരു സെക്കൻഡ് ഇപ്പൊ നമ്മുടെ ആൾക്കാര് അവര് ഫ്രീസ് ആവും. അപ്പോഴായിരിക്കും ഒരു കുഞ്ഞു പെണ്ണ് അവളൊരു സ്റ്റെപ്പൊക്കെ വെച്ച് ഇപ്പൊ ആ ഒരു മതില് അതിലൂടെ ഇപ്പൊ മുകളിലേക്ക് കയറി വരിക. അവളൊരു പാക്കറ്റൊക്കെ ഇറുക്കി പിടിച്ച് പതിയെ സോറോയുടെ അടുത്തേക്ക് പോവും. അത് കണ്ട് കണ്ണാടി പയ്യൻ, കുഞ്ഞു പെണ്ണെ, നീ എങ്ങോട്ടാ പോണേ? അവൻ ഭയങ്കര ഡേഞ്ചർ ആണ്, അവന്റെ അടുത്തേക്ക് പോകരുത് എന്നൊക്കെ വിളിച്ചു കൂവും. ആ കുഞ്ഞു പെണ്ണ് ഇപ്പൊ 2 റൈസ് ബോൾസ് എടുത്ത് സോറയുടെ മുൻപിലേക്ക് നീട്ടും. നീ രാവിലെ മുതല് ഒന്നും കഴിച്ചിട്ടില്ല, ഇതെങ്കിലും കഴിക്കുമെന്ന് പറഞ്ഞ് അവൾ അവനെ ചിരിച്ചോണ്ട് നോക്കും. അത് കാണുമ്പോ അവനും ചെറിയൊരു സന്തോഷം വരും. പക്ഷെ അവൻ ദേഷ്യപ്പെട്ടു പറയും, നിനക്ക് ജീവൻ വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടോ. അപ്പോഴായിരിക്കും അവിടേക്ക് മറ്റു 3 പേര് കൂടെ കടന്നു വരിക. അതിലാ നടുവിലുള്ള ചെമ്പമുടിയൻ ആളിപ്പോ കുഞ്ഞിപ്പെണ്ണിനോട് ചോദിക്കും, ഓ, നീ ഇവനു വേണ്ടി റൈസ് ഒക്കെ കൊണ്ടുവന്നിരിക്കുകയാണോ? ഉടനെ അവന്റെ എക്സ്പ്രഷൻ മാറി ആ 2 റൈസ് ബോളും അവൻ തട്ടിത്തെറിപ്പിക്കും. എന്നിട്ട് അറഞ്ചം പുറഞ്ചം ആ റൈസ് ബോള് അത് ചവിട്ടി തെറിപ്പിക്കും. അത് കണ്ട് കുഞ്ഞിപ്പെണ്ണ് അവള് കരയാണ്. അപ്പൊ ചെമ്പൻ അവൻ ആ കുഞ്ഞിപ്പെണ്ണിനോട് പറയും, നീ നോട്ടീസ് ബോർഡ് വായിച്ചില്ലേ? ഇവിടെയുള്ള ക്രിമിനൽസിനെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്താ അവരെ കൂടെ ചേർത്ത് ഞങ്ങൾ പണിഷ് ചെയ്യും. ഇത് ക്യാപ്റ്റൻ മാർഗന്റെ ഓർഡർ ആണ്, അതുകൊണ്ട് മേന നിന്നെ ഈ പരിസരത്ത് കണ്ടുപോരുത്. ആക്ച്വലി ഈ ചെമ്പമുടിയൻ ആ ക്യാപ്റ്റൻ മാർഗന്റെ മകനാണ്. അപ്പൊ അവന്റെ കൂടെയുള്ള ഒരുത്തൻ അവളുടെ കൈ പിടിച്ച് തൂക്കി
പുറത്തേക്ക് വലിച്ചങ്ങോട്ട് എറിയും. ലൂഫി ചാടിച്ചെന്ന് അവളെ കറക്റ്റ് ആയിട്ട് ക്യാച്ച് ചെയ്യും. അതുകൊണ്ട് തന്നെ അവക്ക് കാര്യമായിട്ടൊന്നും സംഭവിക്കില്ല. കണ്ണാടി പയ്യൻ അവനത് കണ്ട് ഷോക്കാവും. ഞാൻ ഒരിക്കലും കരുതിയില്ല നേവിയില് ഇത്രയും ബാഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമെന്ന്. അപ്പൊ അതേസമയം ആ ചെമ്പമുടിയൻ അവൻ വീണ്ടും വീണ്ടും ഇപ്പൊ സോറയെ കളിയാക്കും. നീ ഇനിയും ചത്തില്ലല്ലേ, 10 ദിവസം കൂടെ നിന്നെ ഇങ്ങനെ കെട്ടിയിടും, അതിന്റെ ഉള്ളിൽ ഉറപ്പായിട്ടും നിന്റെ കാറ്റ് പോകുന്നു പറഞ്ഞ് അവൻ അവിടുന്ന് നടന്നു പോവും. അപ്പൊ നമ്മുടെ ചെക്കൻ അവൻ സ്റ്റൈലായിട്ട് ഇപ്പൊ സോറയുടെ അടുത്തേക്ക് നടന്നു വരും. അവൻ സോറയോട് ചോദിക്കും, നിനക്ക് ഭയങ്കര പവറാണോ? നിന്നെ തോൽപ്പിക്കാൻ ആരെക്കൊണ്ടും കഴിയില്ലേ? പിന്നെങ്ങനെ ഇവര് നിന്നെ പിടിച്ച് ഇവിടെ കെട്ടിയിട്ടു? അതിന് സോറ അവൻ ദേഷ്യപ്പെട്ടു പറയും, എന്റെ 2 കാലും ഫ്രീ ആണ്. നിനക്ക് ജീവൻ വേണമെങ്കില് എന്റെ കാലകലത്തിൽ നിന്ന് മാറി നിന്നോ. ഞാൻ 10 ദിവസമായി ഇവിടെ പട്ടിണി കിടക്കുന്നു. നീയൊക്കെ വെറും 3 ദിവസം പോലും ജീവനോട് കൂടി ഇരിക്കില്ല. അത് കേട്ട് ലൂഫി അവൻ പൊട്ടിച്ചിരിക്കും. അപ്പൊ സോറ അവൻ ഒരുപാട് വിഷമത്തില് ഇപ്പൊ ലൂഫിയോട് പറയും, എനിക്ക് ശരിക്കും നല്ലതുപോലെ വിശക്കുന്നുണ്ട്. നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കില് നിലത്ത് കിടക്കുന്ന ആ റൈസ് അതെനിക്ക് എടുത്തു തരുമോ? അതിന് ഹീറോ പറയും, അയ്യോ അത് മുഴുവൻ മണ്ണാണല്ലോ, അതൊക്കെ നിന്നെ കൊണ്ട് കഴിക്കാൻ പറ്റുമോ? അതിനവൻ പറയും, കുഴപ്പമില്ല, ഈ ഒരു അവസ്ഥയില് എന്ത് കിട്ടിയാലും ഞാൻ തിന്നും. ഉടനെ നമ്മുടെ ചെക്കൻ അവൻ ആ റൈസ് അത് മാക്സിമം നീറ്റായിട്ട് കളക്ട് ചെയ്ത് അവന് കഴിക്കാൻ കൊടുക്കും. അപ്പൊ ഹീറോയ്ക്ക് മനസ്സിലാവും ആക്ച്വലി ഇവൻ പാവമാണ്. ഏകദേശം അവന്റെ ശിക്ഷ കഴിയാറാവുമ്പോ അവനെ കൂട്ടിക്കൊണ്ടുപോയി എന്റെ ടീമിൽ ചേർക്കണം. ഹീറോ പുറത്തേക്ക് വന്ന് ഇപ്പൊ ആ കുഞ്ഞിപ്പെണ്ണിനോട് പറയും, നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, നീ കൊണ്ടുവന്ന ഫുഡ് അത് മുഴുവനും സോറോ കഴിച്ചു. അത് കേൾക്കുമ്പോ അവൾക്ക് ഒരുപാട് സന്തോഷാവും. മാത്രമല്ല നമ്മുടെ കണ്ണാടി പയ്യൻ അവൻ അപ്പോഴാണ് മനസ്സിലാവുക സോറോ അവൻ ആക്ച്വലി ഒരു പാവമാണെന്ന്. അപ്പൊ ചിന്നപ്പെണ്ണ് പറയും, സോറോ അവൻ ആക്ച്വലി ഇന്നസെന്റ് ആണ്, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇപ്പൊ വന്ന ആ ഒരു ചെമ്പന്തലേൻ അവനാണ് തെറ്റുകൾ മുഴുവൻ ചെയ്തത്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഫ്ലാഷ് ബാക്കില് ആ ഒരു ചെമ്പന്തലേനും അവന്റെ ഒരു വൃത്തികെട്ട പട്ടിയും അവറ്റകള് രണ്ടും ഇപ്പൊ സിറ്റിയിലൂടെ നടക്കാനായിട്ട് ഇറങ്ങും. അപ്പൊ അവന്റെ നായ വഴിയിലുണ്ടായിരുന്ന എല്ലാവരെയും ഇപ്പൊ അച്ചരം പൊച്ചരം കടിക്കും. നായ അത് ചെമ്പന്തലേന്റേതായതുകൊണ്ടും അവന്റെ അച്ഛൻ നേവി ഓഫീസർ ആയതുകൊണ്ടും ആരും തന്നെ അതിനെ അടിക്കാനോ എതിർക്കാനോ ഒന്നും നിൽക്കാതെ ഇപ്പൊ പേടിച്ചോടും. അങ്ങനെ നായ ഇപ്പൊ കൂളായിട്ട് വന്ന് ഒരു ഹോട്ടലിലേക്ക് കയറും. ആക്ച്വലി ഈ ഒരു ഹോട്ടല് നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന്റെ ഹോട്ടലാണ്. നായ ഹോട്ടലിൽ എത്തിയ ഉടനെ അവിടെ ഉണ്ടായിരുന്ന ഫുഡൊക്കെ അത് വലിച്ചു വാരി തിന്നാൻ തുടങ്ങും. അത് കാണുമ്പോ കുഞ്ഞിപ്പെണ്ണിന് അവക്ക് കരി കയറി ഒരു വടി വെച്ച് അതിനെ അടിച്ചോടിക്കും. അപ്പോഴായിരിക്കും അവളുടെ അമ്മ അത് കാണുക. അമ്മ ടെൻഷനായിട്ട്, അയ്യോ വേണ്ട വേണ്ട, അതാ ചെമ്പന്തലേന്റെ പട്ടിയാണ്, അവൻ അറിഞ്ഞ വലിയ പ്രശ്നമാവും. അമ്മയത് പറയുന്ന അതേ സമയത്ത് ഇപ്പൊ ചെമ്പന്തലേൻ അവൻ കലിതുള്ളി അവിടേക്ക് കയറി വരും. അവൻ ആ പട്ടിയെ കൊണ്ട് ഇപ്പൊ കുഞ്ഞിപ്പെണ്ണിനെ കടുപ്പിക്കാൻ തുടങ്ങും. പക്ഷെ അപ്പോഴേക്കും വീഴാണ് ഒരു വമ്പൻ ചവിട്ട് കിട്ടി ആ ഒരു നായ അത് തെറിച്ചു പോയി ഇപ്പൊ പുറത്തേക്ക് വീഴും. അതാരാണെന്ന് നോക്കിയാ മറ്റാരുമല്ല, സാക്ഷാൽ സോറ. അത് കണ്ട ചെമ്പനി കലി കയറി അവൻ പറയും, നീയല്ലേ ആ പൈററ്റ് ഹണ്ടർ സോറ, ഉറപ്പായിട്ടും നിന്നെ ഞാൻ പണിഷ് ചെയ്യും. അതിന് സോറ ചാടി എഴുന്നേറ്റ് അവന്റെ കത്തി തട്ടിത്തെറിപ്പിച്ച് അവന്റെ മോന്തയ്ക്ക് ഒരൊറ്റ ഇടി. അപ്പൊ ചെമ്പൻ പറയും, ഇതെന്റെ അച്ഛൻ അറിഞ്ഞ നിന്നെ മാത്രമായിരിക്കില്ല, ഈ തലതെറിച്ച പെണ്ണിനെയും അവളുടെ അമ്മയെയും ഉറപ്പായിട്ടും എന്റെ അച്ഛൻ കൊന്നുകളയും. കാരണം നീ കൈവച്ചത് നേവിയുടെ മേലെയാണ്. അത് കേൾക്കുമ്പോ ഇപ്പൊ സോറ അവന് ടെൻഷനാവും. അവൻ ചോദിക്കും, ഇവരെ ശിക്ഷിക്കാൻ പാടില്ല, അതിനു പകരമായിട്ട് ഞാൻ ശിക്ഷ ഏറ്റെടുക്കാം. അപ്പൊ ചെമ്പൻ പറയും, അങ്ങനെയാണെങ്കില് ഒരേ ഒരു മാസം നീ ഫുഡ് കഴിക്കാതെ തെരുവിൽ നിൽക്കണം. അങ്ങനെയാണെങ്കില് ഇവരെ ഞാൻ ശിക്ഷിക്കില്ല. സോ അങ്ങനെയാണ് സോറയ്ക്ക് ഈ ഒരു ശിക്ഷ കിട്ടിയത്. അപ്പൊ ചുന്ദരിപ്പെണ്ണ് ഇപ്പൊ നമ്മുടെ 2 ആൾക്കാരെയും കൂട്ടി അവളുടെ റെസ്റ്റോറന്റിലേക്ക് പോവും. അവിടെ എത്തുമ്പോ ആ ചെമ്പമുടിയൻ അവളുടെ കടയിലിരുന്ന് ഹായായിട്ട് ഫുഡ് കഴിക്കുകയാണ്. മാത്രമല്ല അവന്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ മുൻപത്തെ എപ്പിസോഡിൽ കണ്ട ആ ഒരു ചുന്ദരി കള്ളി. അപ്പൊ ചെമ്പൻ അവൻ സ്റ്റൈലായിട്ട് ഇപ്പൊ ജ്യൂസ് ഒക്കെ കുടിച്ച് അവൻ വിളിച്ചു പറയും, ഞാൻ നാളെ തന്നെ സോറയെ കൊല്ലാൻ പോവാണ്. ഹീറോയ്ക്കാണെങ്കില് അത് കേൾക്കുമ്പോ തന്നെ കലി എരച്ചു കയറും.